ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ, പക്ഷെ അവസാനം വരെ കേട്ടിരിക്കണം. പറ്റുമോ? കാരണം ഇത് കൊള്ളേണ്ടവർക്ക് കൊള്ളും, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓവർ തിങ്ക് ചെയ്യുന്ന പെൺകുട്ടികളിലെ ഇവർ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ തന്നെ അവരത് ഫീൽ ചെയ്യും. ഇപ്പം ഏതെങ്കിലും ഒരു റൂമിലോട്ട് കയറുവാണെങ്കിൽ അവർ റീഡ് ചെയ്യുന്ന പോലെ ആ ഒരു റൂമിനെ ബാക്കിയുള്ളവർക്ക് റീഡ് ചെയ്യാൻ പറ്റുമല്ല. എല്ലാവരും ചിലപ്പോൾ ചിരിച്ച് കളിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ ഇവൾക്കത് മനസ്സിലാവും. ഈവൻ വെൻ എവരിബഡി സേസ് ദെയർ ഇസ് നത്തിങ് ടു വെറി അബൌട്ട്, ഇവൾക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാൾക്കത് മനസ്സിലാവും. അതൊരു ആൻസൈറ്റി അല്ല, ദാറ്റ്സ് ഇൻറ്റ്യൂഷൻ. അത് ഒരു സ്പിരിച്വൽ അവയർനെസ് ആണ്, ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ ഒരു എനർജീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആരും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതുവരെ. സോ ആ എനർജി ഫ്ലോ ചെയ്യുന്നതിന് പകരം അവളുടെ ഉള്ളിൽ തന്നെ കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ആലോചന, ഒരേ തോട്ട് വീണ്ടും 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 10 ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് ചിന്തിക്കുള്ളൂ. ഇല്ലേ, 10 അല്ലെങ്കിലേ ഉള്ളൂ. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ. നോട്ട് ബിക്കോസ് ഷീ ഈസ് വീക്ക്, ബട്ട് അവളുടെ മൈൻഡിലുള്ള ആ ഒരു എനർജിക്ക്, ആ ഒരു ഫ്രീക്വൻസിക്ക് പോവാൻ ഒരു കറക്റ്റ് ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. ലോകത്തിലെ പല ബ്രില്യൻ്റ് മൈൻഡ്സും കോൺസ്റ്റന്റ് തിങ്കേഴ്സ് ആയിരുന്നു. എന്തിന്, ഐൻസ്റ്റൈൻ പോലും ഒരു കാര്യത്തെപ്പറ്റി മണിക്കൂറുകളല്ല, ദിവസങ്ങളും ആഴ്ചകളും വരെ ആലോചിക്കുമായിരുന്നു. പക്ഷേ വ്യത്യാസം എന്താ? അവരുടെ മൈൻഡ് ഓവർ തിങ്ക് ചെയ്തത് വേണ്ടാത്ത പേടികളല്ല, അത് ഐഡിയാസ് ആയിരുന്നു, അത് ക്യൂരിയോസിറ്റി ആയിരുന്നു, അത് ഡയറക്ഷൻ ഉള്ള തോട്ട്സ് ആയിരുന്നു. ഇത് നിങ്ങൾ കേൾക്കണം, ശരിക്കും മനസ്സിലാക്കണം. ഈ ലോകം എപ്പോഴും നിങ്ങളോട് പറഞ്ഞത് ഒന്ന് കാമാവ്, എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എല്ലാം ഇങ്ങനെ ഓവറായിട്ട് ഫീല് ചെയ്യാതെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു തെറ്റല്ലാത്ത ഒന്നിനെ എങ്ങനെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും? യു വെർ ബോൺ വിത്ത് ദാറ്റ് ഗിഫ്റ്റ്. മറ്റുള്ളവരെക്കാളും ഡീപ്പായിട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യാനുള്ള കഴിവുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത് തന്നെ. മിക്കവരും ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. മിക്കവരും ഈ ലോകത്ത് ജീവിച്ചിട്ടും മനസ്സിലാക്കാതെ പോകുന്ന പലതും മനസ്സിലാക്കാനാണ്. അപ്പൊ ശരിക്കും ആകെയുള്ളൊരു പ്രശ്നം നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഇല്ലാത്തതല്ലേ, നിങ്ങളുടെ എനർജിക്കൊരു ആങ്കർ ഇല്ലാത്തതാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വേഗം തന്നെ പറഞ്ഞുതരാം കേട്ടോ.